ഇന്നലെ ഞാനും ഓഫീസിൽ നിന്ന് എല്ലാവരും കവര് കാണാൻ വേണ്ടി പോയി. രാത്രിയാണ് പോകുന്നത്. നല്ല കൂരിരുട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രണ്ട് ഓപ്ഷനുണ്ട്. ഈതർ നമുക്ക് ഒരു ലൈക്ക് ബോട്ട് പോലത്തെ മോട്ടറൈസ്ഡ് സാധനത്തിൽ അവർ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് കയാക്ക് ചെയ്ത് നമുക്ക് പോയി കണ്ടിട്ട് വരാം. വിവരമുള്ള എല്ലാവരും ബോട്ടിൽ പോയിട്ട് വരാൻ വേണ്ടി തീരുമാനമെടുത്തു. ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ് കൂടി കയാക്കിങ്ങിന് ചെയ്യാം എന്ന് കരുതി. ഞങ്ങൾ ആദ്യം ഈ കയാക്കിങ്ങിനുള്ളവരെയാണല്ലോ ഉന്തിത്തള്ളി വിടുന്നത്. കാരണം അവർ തുഴഞ്ഞ് അങ്ങ് എത്തുമ്പോഴേക്കും ഇവരെന്തായാലും കണ്ടിട്ട് തിരിച്ച് വരും. അപ്പോൾ 1 hour നമുക്ക് ഇതിന് അലൗ ചെയ്തിരിക്കുന്ന ടൈം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഇടതോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ വലതോട്ട് പോവും, വലതോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ ഇടതോട്ട് പോവും എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാൻ വേണ്ടി എടുത്തു. പക്ഷേ ഇരുട്ടുകൊണ്ടാണോ നമ്മൾ ആരും ഇല്ലാത്തടത്ത് വെള്ളത്തിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരിത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും, അതായത് എൻ്റെ ഈ കയാക്കിങ് പാർട്ട്ണറിനും ഇടത്തും വലത്തും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വലത് തുഴയുമ്പോൾ ഞാൻ ഇടത് തുഴയും. ബാക്കി എല്ലാവരും കയാക്ക് ചെയ്യുമ്പം ഇങ്ങനെ പോവുമെങ്കിൽ ഞങ്ങളത് മാത്രം ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തർത്തും പോയി ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുമല്ലോ. അങ്ങനെ ഇടിച്ച് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളത് ഞങ്ങൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ എടുത്ത് പഠിച്ചു. അതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ അവിടെ, അപ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ ഏതാണ്ട് കവരൊക്കെ കണ്ട് കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചേട്ടൻ കയാക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ അവർ ഞങ്ങളുടെ ഇത് ഹോസ്റ്റ് ചെയ്ത ടീം ഇനിയിപ്പോൾ ഞങ്ങൾ ലേഡീസ് ഒറ്റയ്ക്ക് കയാക്കിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അയച്ചതായിരിക്കും എന്നറിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി ഇങ്ങനെ ആ വാട്ടർ ബോഡിയുടെ നടുക്കിങ്ങനെ വന്നിട്ട് കുറച്ച് നേരം ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടായിരുന്നിട്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓ മൈ ഗോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പുള്ളി ഇന്ത്യക്കാരനല്ല എന്നുള്ളത്. ഏതോ ഒരു ഫോറിനറായിരുന്നു സംഭവം. പുള്ളിയുടെ ഫോണ് ഈ വെള്ളത്തിനകത്ത് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അവർ അത് ഓർഗനൈസ് ചെയ്യുന്നവർ ബോട്ട് ഇവിടുന്ന് അവരൊക്കെ കണ്ട് ബോട്ടിൽ വന്നവർ, മോട്ടറൈസ്ഡ് ബോട്ടിൽ വന്നവർ കവരൊക്കെ കണ്ട് അവർ പണി കഴിഞ്ഞ് തിരിച്ച് പോയി. ആ പോകുന്ന വഴിക്ക് അവരിങ്ങനെ ഞങ്ങൾ വിളിച്ചു കൂന്ന് കേട്ട് അയ്യോ ഫോൺ പോയേ എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയുന്ന കേട്ടിട്ട് അവർ പറഞ്ഞു അവിടെ ഇറക്കമൊന്നുമില്ല, അവിടെ താഴ്ചയൊന്നുമില്ല, നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ കിട്ടും, വീണിടത്ത് ഇറങ്ങി നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഒന്നാതെ ഈ ഫോറിനർ ആകെ പേടിച്ചിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾക്കാണെങ്കിൽ ഈ ഇപ്പോഴും ബോട്ട് ഇത് എങ്ങനെയാണ് കയാക്ക് എങ്ങോട്ട് പോകണമെന്നുള്ളൊരു ധാരണയില്ലാതെ ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അയാളോട് ചോദിച്ചു എന്തെങ്കിലും ഫോൺ നമ്പർ ഉണ്ടോ, അപ്പോൾ ഞങ്ങൾ വിളിക്കാം. അപ്പോൾ ഈ ഫോൺ കിടന്ന് തിളങ്ങുമല്ലോ. പക്ഷേ ഈ വെള്ളത്തിനടിയിൽ റേഞ്ച് ഇല്ല എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. സോ ഞാൻ കുത്തിയിരുന്ന് വിളിച്ചു. പിന്നെ ഫോറിൻ നമ്പറല്ലേ, നമ്മളിവിടുന്ന് വിളിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ പുള്ളിയുടെ ഇന്ത്യൻ നമ്പറാണെങ്കിൽ ഓർമ്മയുമില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഇരുട്ടത്ത് കവരും ഈ മൊത്തം ടെൻഷനൊക്കെ ആയി പുള്ളി പാനിക്കായിട്ട് വീട്ടിൽ പോകണം, അമ്മയെ കാണണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളും പാനിക്കായി. അവസാനം ഞങ്ങൾ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം മൊത്തം ഭയങ്കര ഇരുട്ടാണ്, ഞങ്ങൾക്ക് ഇറങ്ങി നോക്കാനും പറ്റില്ല, ഞങ്ങൾക്ക് ബാലൻസും ഇല്ല. അവസാനം ഞാനും എൻ്റെ കയാക്കിംഗ് പാർട്ട്ണറും കൂടെ സഹായം ചോദിക്കാൻ വേണ്ടി അങ്ങ് കര വരെ പോകാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഞങ്ങളിത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കവർ കണ്ടതേ ഉള്ളൂ. ഇനി അടുത്ത റെസ്ക്യൂ മിഷനാണല്ലോ. അപ്പോൾ ഈ പുള്ളീനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് വന്ന സ്പീഡിലൊന്നുമില്ല, അതിൻ്റെ ഒരു 5 ഇരട്ടി സ്പീഡിൽ ഇവിടുന്ന് തൊഴിഞ്ഞ് അവിടെ ചെന്ന് അവരെയൊക്കെ വിളിച്ചു കൂട്ടി, ആളെയൊക്കെ കൂട്ടി ഇതേപോലെ ഒരു ഫോറിനുണ്ട്, ഫോൺ മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അവർ സഹായിക്കാൻ വേണ്ടി, ഇനിയിപ്പോൾ അവർക്ക് സ്ഥലം അറിഞ്ഞുകൂടല്ലോ ഇയാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇയാളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് തൊഴിഞ്ഞ് ഇയാളുടെ അടുത്ത് കൊണ്ടുവന്ന്. പിന്നെ അവിടെ വേറെ ഞങ്ങളുടെ ടീമിൽ വേറെ 2 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് പിന്നെ അവർ ഇറങ്ങി തുഴയാനൊക്കെ തുടങ്ങി. അവർ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളോട് പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തൊഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നിട്ട് ഞങ്ങൾ തൊഴിഞ്ഞ് അപ്പം അവസാനം ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു, ഇനി അവർ സെർച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഞങ്ങൾ പകുതി വഴി കരയോടെടുക്കാറായപ്പോൾ അവർ പറഞ്ഞു, അവിടെ നിന്ന് ശബ്ദമൊക്കെ കേട്ടു, യെസ് ആ ഫോൺ കിട്ടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് കവര് മാത്രം കണ്ടില്ല.